പ്ലസ് വൺ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളിൽ പലർക്കെങ്കിലും ചില സബ്ജക്റ്റിലെങ്കിലും മാർക്ക് വളരെ കുറവായിരിക്കും, പലരും ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കും. പ്ലസ് വണ്ണിൽ തോറ്റാൽ പോലും എങ്ങനെയാണ് പ്ലസ് ടുവിൽ ഡബിൾ പാസ് മാർക്ക് നേടാൻ സാധിക്കുക? പലർക്കും തന്നെ ഡബിൾ പാസ് മാർക്ക് എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര തന്നെയാണെങ്കിലും ശരി, പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ മുഴുവൻ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് നേടാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? എങ്ങനെയാണ് ഈ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൽ നഷ്ടപ്പെട്ട മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുക എന്നെല്ലാം ഞങ്ങൾക്ക് നിങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞു തരേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് കൂടെ ഞങ്ങൾക്ക് ആൻസർ നൽകേണ്ടതുണ്ട്. ഇതിനെല്ലാം വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. നാളെ വൈകുന്നേരം 7 മണിക്കാണ് ആ വെബിനാർ ഉള്ളത്. നിങ്ങൾ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പ്ലസ് ടു സയൻസ് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ രജിസ്ട്രേഷനിലൂടെ പങ്കെടുക്കാവുന്നതാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വെബിനാർ കഴിയുന്നതോടുകൂടെ ഫുൾ കോൺഫിഡൻസും ഉണ്ടായിരിക്കും. പ്ലസ് വണ്ണിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓരോ മാർക്കും നമുക്ക് എണ്ണി പ്ലസ് ടുവിൽ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ പ്ലസ് ടുവിലും മുഴുവൻ മാർക്കും ഉറപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കിലോട്ടും വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. ആദ്യം മുതൽക്ക് തന്നെ എന്ത് ചെയ്താലാണ് ഇങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും തളരേണ്ടതില്ല. നിങ്ങളോടൊപ്പം അവസാനം വരെ സൈലത്തിന്റെ മുഴുവൻ ടീമും ഉണ്ടായിരിക്കും. നാളെ വൈകുന്നേരം 7 മണിക്കുള്ള വെബിനാർ നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാം. ഓക്കെ.